So in the last class we discussed RC coupled amplifier, and we started the sections with circuit. At the same time, it's working, and also function of each element, So these are the three questions that can be asked with respect to the university examinations. Please make a point there. The first question can be circuit. Second question can be its working. Third question, very important, that is function of each element. What is the function of R1, R2, RC, RE? And at the same time, what is the function of C1? What is the function of C2? What is the function of CE? Not C3, CE. ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ പഠിക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. സർക്യൂട്ട്, വർക്കിംഗ്, ഫംഗ്ഷൻ ഓഫ് ഈച്ച് എലമെന്റ്. നിങ്ങൾ നെറ്റിലും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഫോളോ ചെയ്യുക. എന്താ JB ഗുപ്ത ഒന്ന് വായിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. JB ഗുപ്ത അതൊരു വളരെ നമ്മുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ഒരു പ്രിലിമിനറി സ്റ്റേജിലൊക്കെ ഈ ബുക്ക് വളരെ വാങ്ങുന്നതല്ലേ. ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ഈ ബുക്ക് കമ്പൽസറിയായിട്ട് വാങ്ങണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. സോ ട്രൈ ടു പർച്ചേസ് ദിസ് ബുക്ക് either ഓൺലൈൻ ഓർ ത്രൂ ഓഫ്ലൈൻ. ഇതൊരു ബുക്ക് വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. Then follow this video. That is a better thing to understand this subject. So ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം പെൻഡിങ്ങിൽ വെച്ചിരുന്നു. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് CE. എമിറ്ററിന് അക്രോസ് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എമിറ്റർ കപ്പാസിറ്റർ. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. സോ what is the function of emitter capacitor? ഞാൻ അതിനകത്ത് പേര് എമിറ്റർ കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്, but it is having another name. So I am drawing the circuit. Capacitor will be starting with the trend. Now I am not drawing the full diagram. ഞാൻ അതിനകത്തുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. So we are dealing with emitter. So emitter side capacitor is there, and also the same time resistance is there. Grounded. I'm calling this as what? Emitter, resistance. This is emitter capacitor. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. But here I am giving input. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കുകയാണ്. I am giving input over here. So input is coupled to the base of the transistor and output is taken across collector terminal. So avade namukku varuna oru portion is emitter terminal. So what is happening over here? If I am giving a minute signal, over here at the base of the transistor, ഇവിടെ ഞാൻ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, വളരെ മൈന്യൂട്ട് ആയിട്ട്. So what I am amplifying is what? It gets amplified at the collector terminal. ഇതാണ് ബേസിക്കലി ഒരു ആംപ്ലിഫയർ ആയിട്ട് പറയുന്നത്, ആംപ്ലിഫൈഡ് വേർഷൻ. ബട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ഹിയർ? ഇവിടെ നമുക്ക് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള സിഗ്നൽ ഇഫ് ഐ എം ഗിവിംഗ് അറ്റ് ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ, ഇത് ആംപ്ലിഫൈ ചെയ്ത് ഇവിടെ വന്നു, ആംപ്ലിഫൈ ചെയ്ത് ഈ പോർഷൻ വന്നു. സോ ഇതിന് രണ്ട് ടെർമിനലിൽ കൂടെ പാസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ടു ദ collector, or either it can go to the emitter and ground. രണ്ട് പാത്താണുള്ളത്. ഒന്ന് കളക്ടറിൽ കൂടെ പോയി ഔട്ട്പുട്ടിലോട്ട് എത്താം, അല്ലെങ്കിൽ വേണമെങ്കിൽ ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിന് എമിറ്ററിൽ കൂടെ പാസ് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് വരാം. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് പാത്താണ് ഉള്ളത്. ഞാൻ ഇതിന്റെ AC അനാലിസിസ് പ്ലോട്ട് ചെയ്യാണ്. AC അനാലിസിസ് ഈ സർക്യൂട്ടിന്റെ AC അനാലിസിസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, ഇൻപുട്ട് is there, output is there, input and output. ഇനി AC analysis means all the capacitor must be ഷോർട്ട് സർക്യൂട്ട്. എല്ലാ കപ്പാസിറ്ററും ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അസ്യൂം ചെയ്യണം.
AC സിഗ്നൽ മാത്രമേ കൺസിഡർ ചെയ്യാവൂ. DC സിഗ്നലിനെ ഗ്രൗണ്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ AC അനാലിസിസിനകത്ത് ചെയ്യേണ്ടത്. You have to remember these 3 points. Capacitor must be short circuited. You have to consider only AC signal. DC signal have to be grounded. ഇവിടെ ഞാൻ ആ പറഞ്ഞ ഒരു കാര്യം മാത്രം കൊണ്ടുവരുവാണ്, കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ കപ്പാസിറ്റർ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ്. ആ പോയിന്റിൽ ഞാൻ എത്തുവാണ്. കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇവിടെ ആയിരുന്നു കപ്പാസിറ്റർ കണക്ട് ചെയ്ത്, അത് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തു. സോ ഇഫ് ഐ എം ഗിവിംഗ് ആൻ സിഗ്നൽ അറ്റ് ദ ബേസ്, ഐ ടോൾഡ് ദാറ്റ് അറ്റ് ദ ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ there must be amplifier. ആംപ്ലിറ്റ്യൂഡ് കൂടി. നെക്സ്റ്റ്, ആംപ്ലിറ്റ്യൂഡ് കൂടിയപ്പോഴത്തേക്ക് ഇതിന് രണ്ട് രീതിയിൽ പാസ് ചെയ്ത് പോകാം. ഒന്നില്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യാം, അല്ലെങ്കിൽ എമിറ്ററിലേക്ക് പാസ് ചെയ്യാം. ഇനി ഇവിടെ ഈ ആംപ്ലിഫയർ സിഗ്നൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, റെസിസ്റ്ററിന്റെ ഉണ്ട്, നമുക്കിവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. സോ ഷോർട്ട് സർക്യൂട്ട് ഈസ് ഹാവിംഗ് ലെസ് റെസിസ്റ്റൻസ് പാത്ത്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന് റെസിസ്റ്റൻസിന് there is no importance. So if I am having the AC analysis, this resistance have no importance since capacitor is short circuited, so it is having the least resistance path, hence I doesn't need to consider this RE. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് I discussed in the last class regarding AC analysis. AC analysis na ee point paranju. There is no emitter resistance, there is only short circuit path. അതുകൊണ്ട് ഈ ആംപ്ലിഫയർ ഇവിടെ വന്നു. സോ ഇനി ഇതാണ് നമ്മുടെ AC ഇക്വലന്റ് സർക്യൂട്ടിനകത്തുള്ള ഡയഗ്രാം. സോ ഇൻപുട്ട് ഇവിടെ വന്നു, ആംപ്ലിഫൈ ചെയ്തു. ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. There is one load resistance over here. ഇവിടെ ഈ ഇൻപുട്ട് ആംപ്ലിഫൈ ചെയ്ത് വന്നാൽ ഇറ്റ് ക്യാൻ ഹാവ് 2 പാത്ത്. ഒന്ന് കളക്ടറിൽ കൂടെ പാസ് ചെയ്ത് ലോഡിൽ വരാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട് വരാനുള്ളൊരു പോയിന്റ് ഉണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് there any voltage drop across this path? എന്തെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് ഈ പാത്തിന് അക്രോസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? Can I get any voltage drop across this path? Yes, students. Can you able to hear me? Yes, sir. Yes, sir. So ingane oru situation vannu kazhinjal, is there any voltage drop across this path? Endengilum voltage drop ആയി പോവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? No, there won't be voltage drop. So ഞാൻ ഇവിടെ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു. ആ സിഗ്നലിന്റെ 100% ഔട്ട്പുട്ടും എതിലേക്കൂടെ പാസ് ചെയ്ത് പോവുള്ളൂ? കളക്ടറിൽ പാസ് ചെയ്ത് പോവുള്ളൂ. ഈ സിഗ്നൽ ഇങ്ങോട്ട് വന്നാലും there won't be any no voltage drop. So what is this capacitor doing? എന്താണ് ഈ കപ്പാസിറ്റർ ചെയ്യുന്നത്? What is capacitor doing? കപ്പാസിറ്റർ ഇവിടെ നമുക്ക് രണ്ട് പാത്ത് ഉണ്ട്. ഒരു റെസിസ്റ്റൻസ് പാത്തും ഉണ്ട്, ഒരു കപ്പാസിറ്റൻസ് പാത്തും ഉണ്ട്. സോ ദിസ് കപ്പാസിറ്റർ ആക്ട് ആസ് ആൻ ഷോർട്ട് സർക്യൂട്ട്. സോ ദിസ് കപ്പാസിറ്റർ ഈസ് ഹാവിംഗ് ബൈപാസ്. നമ്മൾ റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ബൈപാസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു മെയിൻ ജംഗ്ഷൻ, ഇവിടെ ട്രാഫിക് ലൈൻ ഉണ്ടെന്ന് വെച്ചോ. സോ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ്. അന്നേരം നമ്മൾ ഇവിടെ വരുമ്പോഴേ there is one bypass road, ഒരു ബൈപാസ് റോഡ് ഉണ്ട്, റിംഗ് റോഡ് എന്നൊക്കെ പറഞ്ഞ്. അന്നേരം നമുക്ക് ഈ മെയിൻ റോഡിൽ കൂടെ പാസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഈ പറഞ്ഞ റോഡിൽ കൂടെ പാസ് ചെയ്ത് ബൈപാസ് നമുക്ക് എന്താ ചെയ്യുന്നത്? ഈ ജംഗ്ഷനെ, മെയിൻ ജംഗ്ഷനെ ബൈപാസ് ചെയ്യുവാണ്. then I can join the main road. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ഈ ജംഗ്ഷൻ ആണ് നമ്മുടെ ഇവിടുത്തെ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്ത് പോയാൽ വോൾട്ടേജ് ഡ്രോപ്പ് വരും. ഞാൻ അതിന്റെ ഒരു സിറ്റുവേഷനോട് പറയാം. ഇനി we will discuss one more situation that is having without this capacitor. ഈ കപ്പാസിറ്റർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയാം. So with this capacitor I can get 100% output at the load. ഈ പറഞ്ഞ point, is this clear to you? So this capacitor is called emitter bypass capacitor. This capacitor is called emitter bypass capacitor. Emitter bypass capacitor, named it as CE.
Is this concept clear to you? Why this is called emitter bypass, bypassing? Is this concept clear to you? Should I need to explain once more? Should I need to explain once more? Is this concept clear? Yes. Okay. ഇനി ഞാൻ അടുത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരികയാണ്. That situation is like transistor is there, but I am not having this emitter bypass capacitor. Emitter bypass capacitor illa. ഇവിടെ ഒരു capacitor illa. That is, this is a circuit without this CE, emitter bypass capacitor. I am just explaining another situation without CE. So ഇവിടെ input വന്നു, ഇവിടെ amplify ചെയ്തു. Okay, amplify ചെയ്യുമ്പോഴത്തേക്ക് it is having again two path output, and there are two paths are there. Either this amplified signal can go through this output collector, or this amplified signal can go through this resistor RE and reach ground. രണ്ട് path ഉണ്ട്. So ഇവിടെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ പാത്ത് ഇല്ല. നേരത്തെ നമുക്ക് ആ കപ്പാസിറ്റർ കാരണം ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്തായിരുന്നു. We can create a short circuit path here. ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉണ്ടായിരുന്നു. But here in the situation there is no emitter bypass, emitter capacitor. So there is no short circuit path in the AC analysis. AC analysis nothing in short circuit path. This resistor is itself there. Resistance on resistance R. So ഇവിടെ amplify ചെയ്തു കഴിഞ്ഞാൽ it is having two path. So കുറച്ച് signal ഈ amplify ചെയ്തതിന്റെ some portion of the signal can travel through emitter resistance and reach ground. Let it be 40%. And remaining 60% only will reach the output through this R. So can I get 100% amplification? Can I get 100% amplification in a circuit that is having without emitter bypass capacitor? Can I get 100% amplification? Can I get 100% amplification? Yes or no? No. No. Endo reason? What is the reason? Karna ivide ee parana capacitor is not there, so there is no short circuit path in the AC analysis. So emitter resistance itself is here. So amplified signal is coming, and it is having two choice, either emitter and or output through RL. So e emitter resistance karanam there must be some drop. That drop I am just saying that it can be 40%. So only around 60% of signal is coming. 60% of signal is coming to the load output side. So I can't have a 100% amplification, or there must be a gain loss. ഒരു gain loss അവിടെ ഉണ്ടാവും if I am not having a amplifier without emitter bypass capacitor. Gain കുറയും. അല്ലെങ്കിൽ I can say that there is reduced gain. So can you tell me what is the function of this emitter bypass capacitor CE? അതിന്റെ ഫംഗ്ഷൻ ഒരു വേർഡിൽ പറയാൻ പറ്റുമോ? എന്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ emitter bypass capacitor യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? What is the purpose of connecting this emitter bypass capacitor? Yes? 100% amplification. 100% amplification. Amplification എന്ന് പറഞ്ഞാൽ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് this emitter bypass capacitor using. Is this concept clear? What is the function of emitter bypass capacitor? Gain control ചെയ്യാൻ. Gain നമ്മൾ if I am not using this emitter bypass capacitor, as I told that the path only here is emitter resistance, so there must be drop, and the drop let it be 40%. So remaining 60% only will be coming at the output side. So in order to control the gain, we need to have the proper emitter bypass capacitor. This is two word clear to you? I will just tell, I express two words here. One word is called bypass. Second word is called gain controlling.
these 2 points have to be correlated with this capacitor, and this capacitor is called emitter capacitor or emitter bypass capacitor. Is these 2 points clear to you? What is bypassing action? How we can control the gain through this emitter bypass capacitor? Is 2 points clear to you? Yes, Clear? sir. Yes, sir. Yes. Okay. Then we will move to the next section. Next is called, I'm just drawing an amplifier stage. ഇങ്ങനെ ഒരു amplifier നമ്മൾ എടുത്തു. Okay. Just drawing this diagram. ഇവിടെ ഒരു capacitor is there. Input is there. ഇവിടെ ഒരു capacitor is there. Emitter bypass to control the gain. Here there are 2 resistance for Q point stabilization. Please study the functions of each. And there must be voltage VCC for the proper working. So this is RC, this is R1, and this is R2, and this is C1, and this is C2, and this is CE, and this is load R. ഇതാണ് ഒരു single stage RC coupled amplifier. There are 2 points I need to discuss over here. Single stage RC coupled amplifier. The first point is that ഇവിടെ നമ്മൾ input കൊടുത്തു. I'm giving input, minute input over here, but output I told that there must be amplified. Amplified is there, amplifier on. But what is the change? This is like this, but we got a signal like this. Either ഒരു minute 1 volt peak to peak signal ആണെങ്കിൽ here it must be 10 volt peak to peak. That means here it is +5, here it is -5. So here plus, here 5, downward 5. So 10 volt peak to peak. But what is the change you are getting over here? What is the change? Amplification is happening, but there is one more change. What is that? Inverted. Inverted. Okay. Can you tell me another name for this inverting? Inverting means like this. If a number line system is there, if you are getting +1, inverting means -1. So what is the angle difference between these two? What is the angle difference between +1 and -1? 180. 180 degree. This is called inverting operation. എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് +1 ആണ്. I need to get -1 like this point. So what is the difference between angle difference between these 2 points? 180. So inverting means how many degree of phase shift? How many degree of phase shift? How many degree of phase shift I can obtain over here in a single stage? ഒരു single stage ആണെങ്കിൽ എനിക്ക് എത്ര ഡിഗ്രി phase shift കാണും? 180. 180 degree phase shift. Amplifier, at the same time I am getting a 180 degree phase shift. And then എനിക്കൊരു 360 degree phase shift കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? Like this. I need to get, I am giving a signal like this. ഞാൻ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. But I need to get a signal like this. എങ്ങനെ കിട്ടും? How can I get over this? ഇത് എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്? ഈ സിഗ്നലും ഈ സിഗ്നലും തമ്മിൽ എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്? What is the phase shift between these 2 signals? 0. 0 degree. അല്ലെങ്കിൽ പറയാം 360 degree. 360 എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് better 0 degree. 0 degree phase shift. How can I get a 0 degree phase shift? Amplifier ഉണ്ട്, yes, but I am getting 0 degree. How can I get a 0 degree phase shift? Same signal I need to get, but amplified. How can I get? How can I get a signal like this? Please apply your logic and tell me the answer. Apply your logic. It's a logic question. It's a logic based. Apply your logic and tell me the answer. Yes. Parno. How can I get like this? Ha. Tell me. Amplification. Then
ഇത് ഒരു സ്റ്റേജ്, അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടി. ഞാൻ അടുത്ത സ്റ്റേജ് കണക്ട് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് ഇതാണ്. ഇനി ഒന്ന് പറഞ്ഞേ, ഇത് മൈന്യൂട്ട് സിഗ്നൽ, ഇതിനെ ഞാൻ ഒരു സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, അങ്ങനെയാണെങ്കിൽ ഐ ആം ഗെറ്റിംഗ് വാട്ട്, single stage will provide 180-degree phase shift, as I told. So signal will be like this. Then I am connecting a second stage. So second stage means again 180-degree phase shift. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഇൻവേർട്ട് ചെയ്തു, ഇതിന്റെ ഒരു ഗെയിനും കൂടെ ഉണ്ട്, അതുകൊണ്ട് സിഗ്നൽ കറക്റ്റ് ആയിട്ട് അടുത്ത ഒരു 180 കൂടെ വരും. ഈ സിഗ്നലിനെ 180-degree ഫേസ് ഷിഫ്റ്റ് ചെയ്തു, ഈ സ്റ്റേജിന് അതിൻ്റെതായ ഗെയിൻ ഉണ്ട്, അതുകൊണ്ട് വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കൂടി. Again amplitude is increased. So I am getting a more amplified signal with 0-degree phase shift. ഈ സിഗ്നലും തമ്മിൽ 180-degree. ബട്ട് ഈ സിഗ്നൽ കൊടുത്ത ഇൻപുട്ട് സിഗ്നലും അവസാനം കിട്ടിയ ഫൈനൽ ഔട്ട്പുട്ട് തമ്മിൽ 0-degree phase shift. So in this stage I am connecting two stages. So this is called the concept of multi-stage. This is the concept of multi-stage. Is this idea clear to you? What is the concept of multi-stage amplifier? Is this concept clear to you? The concept of multi-stage amplifier. Yes or no? Yes or no? Yes, sir. Yes, sir. Yes. That means നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്, ഒരു സ്റ്റേജ്. I told that a single stage will provide a 180-degree phase shift. So ഇത് സ്റ്റേജ്, ഇതിന്റെ ഗെയിൻ കാരണം കുറച്ച് ആംപ്ലിഫിക്കേഷൻ നടന്നു, but 180-degree. Then again I am connecting another stage. So 180-degree again is more amplified, but ഇതിന്റെ 180-degree. That means the same signal is replicated but with a more amplification. So I can state that this is a 0-degree phase shift when I am comparing with the input. This is called multi-stage. Two stages are connected. This is called the concept of multi-stage amplifier. Then coming to the circuit. Coming to the circuit part. Circuit part is like this. This is the first stage. Multi-stage നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മൊഡ്യൂൾ തന്നെ ഉണ്ട്, അത് നമുക്ക് അന്നേരം പഠിക്കാം. സോ അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. You have a detailed section of multi-stage amplifier. So this is RC, this is RE, so this is R1, this is R2, this is C1, this is CE. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് ലോഡ് ആയിരുന്നു, ബട്ട് ലോഡിലോട്ടല്ല നമ്മൾ പോകുന്നത്, അടുത്ത സ്റ്റേജിലോട്ട് കണക്ട് ചെയ്യുകയാണ്. I am connecting one more stage. This is the practical circuit of a multi-stage amplifier. So എല്ലാം കൂടെ ഞാൻ ഒറ്റ പവർ സപ്ലൈ കണക്ട് ചെയ്തു, VCC. So this is again RC, this is RE, this is R1 again, this is R2. Design അത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, that we'll discuss later. Again this capacitor, again this capacitor. ഇവിടെ നമ്മൾ load, I am connecting the load, the final load, overall load RL, this capacitor and this capacitor. But here I am not naming this capacitor. This is another name I am specifying over here. I am just giving the name as like this, C. This is already named. This emitter bypass capacitor is already named CE. Can you tell me the function of this capacitor? എന്തിനു വേണ്ടിയാണ് this E capacitor നമ്മളിവിടെ കണക്ട് ചെയ്തേക്കുന്നത്? Can you tell me the function? എന്തിനു വേണ്ടിയാണ്? What is the purpose of this capacitor?
എന്തിനു വേണ്ടിയാണ് നമ്മൾ അവിടെ കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുന്നത്? just think this. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് കപ്പാസിറ്റർ? എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുന്നത്? യെസ്, പറഞ്ഞേ. What is the function of this capacitor? Yes. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്ലിംഗ്. ആ കപ്ലിംഗ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ ഒന്ന് ക്ലാരിറ്റിയോട് കൂടി ഒന്ന് പറയാമോ? ആ കപ്ലിംഗ് എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ നമുക്ക് എന്താണ് കപ്പിൾ ചെയ്തേക്കുന്നത്? വാട്ട് ഈസ് ദ കപ്ലിംഗ് എഫക്ട് ഹിയർ? DC ബ്ലോക്ക് ആയിട്ട് ഇല്ല, കപ്ലിംഗ്. വാട്ട്സ് ദ മീനിങ് ഓഫ് കപ്ലിംഗ്? എന്താ ഇവിടെ കപ്പിൾ ചെയ്തത്? രണ്ട് സ്റ്റേജിനെ പറഞ്ഞോ, ശരിയാണ് പറഞ്ഞത്. രണ്ട് സ്റ്റേജിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. രണ്ട് സ്റ്റേജിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് കപ്ലിംഗ്. What is function of this capacitor? This capacitor means it is coupling the first stage with the second stage. First stage ne second stage ആയിട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ ആണ് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റർ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് CC. ഇനി ഈ കപ്പാസിറ്ററിന് ഒരു പേര് പറയും. ഇതെന്താ കപ്പിൾ ചെയ്യുന്നത്? ഇതെന്താ ഈ കപ്പാസിറ്റർ എന്താ കപ്പിൾ ചെയ്യുന്നത്? ഈ കപ്പാസിറ്റർ എന്താണ് കപ്പിൾ ചെയ്യുന്നത് എന്ന് പറയാമോ? ദിസ് ഓൾസോ കപ്ലിംഗ്. ഇതെന്താ കപ്പിൾ ചെയ്യുന്നത്? എന്തിനെയാണ് ഈ കപ്പാസിറ്റർ കപ്പിൾ ചെയ്യുന്നത്? യെസ്, ഈ കൊടുത്തേക്കുന്ന ഈ കപ്പാസിറ്റർ യെസ് ഇൻപുട്ടിനെയാണ് കപ്പിൾ ചെയ്യുന്നത്. കറക്റ്റ്. ഇതും ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഹിയർ ദിസ് ഇസ് ഓൾസോ എ കപ്ലിംഗ് കപ്പാസിറ്റർ. ഇനി ഇതൊരു കപ്ലിംഗ് കപ്പാസിറ്റർ. ഇത് എന്തിനാ കപ്പിൾ ചെയ്യുന്നത്? ലോഡുമായിട്ട്. So I can say that this is called input coupling capacitor. We can say that this is an output coupling capacitor, C1, CC output 1. This is also an CC output 2. So this is input coupling capacitor, means that it will couple the input stage to the transistor. This is also called a coupling capacitor called output coupling capacitor 1. This will couple the first stage output to the second stage. And this is again a coupling capacitor. This will couple the final load to the capacitor. Hence, we can call this capacitor as coupling capacitor, input coupling capacitor, the first output coupling capacitor, the second output coupling capacitor. And this emitter is called bypass capacitor, emitter bypass capacitor. Is this clear to you? This is called multi-stage. Multi-stage ന്റെ ഒരു ഫംഗ്ഷനാലിറ്റി ഞാൻ പറഞ്ഞു. ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൈന്യൂട്ട് ആയിട്ടൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ I can get inverted. Again, I am giving one more stage, so I can get the same phase signal but amplified. So can you tell me what is the advantage of this multi-stage amplifier? Can you tell me the advantage? What is the advantage? I need to get that word called, what is the advantage of connecting this multi-stage? What is the advantage? ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു, നമുക്ക് സെയിം ഫേസ് കിട്ടാൻ ഒരു രണ്ട് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ സെയിം ഫേസ് എനിക്ക് കിട്ടും. So regarding the phase, what is another advantage? What is the main advantage? This is the main advantage. What is the main advantage of connecting multi-stage amplifier? What is the main advantage of multi-stage amplifier? Yes. എന്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്നത്?
എന്തിന്റെ Phase shift. improvement? Phase shift. Yes. Gain. Gain. Phase shift is there. Phase shift നമുക്ക് improve ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ connect ചെയ്യാം. But the important part is called gain. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഉള്ള ഒരു സിഗ്നലിനെ നമ്മൾ ഇങ്ങനെ ഒരു സിഗ്നൽ ആക്കിയപ്പോഴത്തേക്ക് ഗെയിൻ കുറച്ചേ വന്നുള്ളൂ. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ്, ഹിയർ ഡിസ്ക്രൈബിംഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് കോൾഡ് ഗെയിൻ. ഗെയിൻ കുറച്ചേ വന്നുള്ളൂ. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഒരു ഗെയിൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റേജും കൂടെ കണക്ട് ചെയ്തു. സോ the main advantage of connecting this multi-stage amplifier is gain improvement. I will write the word. Please make a note of this word. In a multi-stage amplifier, the main purpose is gain improvement. Gain improve ചെയ്യാൻ. In order to improve the gain, we are connecting multi-stages. Phase is there, phase improvement on the, but the most important point is gain improving. That's why we are connecting this multi-stage amplifier. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ we will discuss frequency response. But അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഫ്രീക്വൻസി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. First is what is called frequency response curve. ഞാൻ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാണ്. What is frequency response curve? എന്തും കൂടെ പ്ലോട്ട് ചെയ്യുന്നതാണ് frequency response curve എന്ന് പറയുന്നത്. It's a graph that is plotted between what and what? പറഞ്ഞേ. Yes. Frequency response curve is a graph that is plotted between what? What is in x-axis? Yes, gain. Frequency. Gain എവിടെ വരയ്ക്കും? Gain ഏത് ആക്സിസിൽ? Y-axis. Y-axis gain. Yes, correct. Gain. X-axis frequency. Yes, correct. In gain, there are two type of gain. നമ്മൾ gain calculate ചെയ്യാനുള്ള equation. This is simple output by input. This is called gain. But we will call this gain as linear gain. But there is one more gain. ഇങ്ങനെ നമുക്ക് ഗെയിനെ റെപ്രസെന്റ് ചെയ്യാം. 20 log എടുക്കുക. 20 log of linear gain. Linear gain is output by input. 20 log of linear gain means 20 log of linear gain is output by input. ഇങ്ങനെയാണ് നമ്മൾ ഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ this gain is called dB, decibel. Gain in decibel. Linear gain is output by input. If I'm taking 20 log of linear gain, 20 log of output by input, then we can say that gain representation is called dB scale representation. So I discussed the points over here is called linear gain. That is simply output by input. Then dB, gain in dB, dB gain. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 20 log എടുക്കുക. Output by input ഉണ്ട്, അതിന്റെ 20 log if you are taking, it's called dB gain. Please understand these two words, linear gain and dB gain. Next is bandwidth. Bandwidth നമുക്കറിയാം, ഒരു ഹയർ ഫ്രീക്വൻസി എന്ന് ലോവർ ഫ്രീക്വൻസി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബാൻഡ്വിഡ്ത്ത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ if I am getting ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുന്നു, I am plotting one graph over here. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയെന്ന് വെച്ചു, ഇങ്ങനെ ഒരു ഗ്രാഫ്. അതിനകത്ത് ഇവിടുന്ന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ലോ ഫ്രീക്വൻസി, ഇവിടുന്ന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി. ഈ ഹൈ ഫ്രീക്വൻസി മൈനസ് ലോ ഫ്രീക്വൻസി, that means this width. If I'm taking FH minus FL, that is called bandwidth. So what is this FH minus FL? The distance between these two, and this region is called bandwidth. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നെക്സ്റ്റ് ക്ലാസ് we will discuss much more detailed with respect to frequency response of a RC coupled amplifier with single stage.